ജൂലൈ 30-ാം തീയതിയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ചൂരൽമലയിലെ ട്യൂഷൻ ടീച്ചറായ ഷഹീലയ്ക്ക് നഷ്ടപ്പെട്ടത് താൻ പഠിപ്പിച്ചിരുന്ന 25 കുട്ടികളെയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും ഷഹീല ടീച്ചറിൻ്റെ അനുഭവം. ടീച്ചറുടെ വീടും വാഹനവും എല്ലാം ദുരന്തം തകർത്ത് കളഞ്ഞു. മലമുടിയിൽ നിന്ന് മരണം പെയ്തിറങ്ങിയപ്പോൾ അതിൽ തകർന്നുപോയി ടീച്ചർ. തീർച്ചയായിട്ടും ടീച്ചറുടെ സങ്കടം 24 അന്ന് വാർത്തയാക്കി. അതിന് പിന്നാലെ അമേരിക്കയിൽ നിന്ന് ടീച്ചർക്ക് ഒരു സഹായമെത്തി. ചൂരൽമലയിൽ ഒറ്റ ട്യൂഷൻ സെൻ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിനോട് ചേർന്ന് ഷഹീല ടീച്ചറുടെ ട്യൂഷൻ സെൻ്റർ. ഇവിടെയായിരുന്നു ട്യൂഷൻ ക്ലാസ്. ഈ കാണുന്നതായിരുന്നു ഇത് ഒരു ഭാഗമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൻ്റെ. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 40ഓളം പിള്ളേർ വന്നിരുന്നതായിരുന്നു. അതിലിപ്പോൾ 25 പിള്ളേരെ എനിക്ക് മിസ്സായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടച്ച് മിനിക്കിങ്ങനെ വെക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എപ്പോഴും എന്താ പറയുക, തലേ ദിവസം പോലും എൻ്റെ ഉപ്പ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഇതിൽ വെള്ളം വീഴാതിരിക്കുക ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു തുണി ഇട്ട് അതിൻ്റെ പുറമെ ഒരു കവറിട്ട് ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, ഈ വാർത്ത പലരും കണ്ടു. 24 USA ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കരയുടെ ഇടപെടലുണ്ടായി. എല്ലാം തിരികെ നൽകാൻ കഴിയില്ലെങ്കിലും ടീച്ചർക്ക് സഞ്ചരിക്കാൻ തകർന്ന സ്കൂട്ടറിന്റെ സ്ഥാനത്ത് പുതിയൊരു സ്കൂട്ടർ നൽകാൻ തീരുമാനിച്ചു. വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ ഷഹീല ടീച്ചർക്ക് ഇത് ഒരു കൈത്താങ്ങായിട്ട് നൽകാൻ ഞങ്ങൾ ഈ പ്രാവശ്യം താല്പര്യപ്പെടുന്നു. കൽപ്പറ്റയിൽ വെച്ച് 24 വാർത്താ സംഘം ഷഹീല ടീച്ചർക്ക് സ്കൂട്ടർ കൈമാറി. ഓർമ്മകൾ എന്തായാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം എനിക്ക് നഷ്ടമായത് എൻ്റെ മക്കൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന്, പിന്നെ എൻ്റെ അയൽവാസികൾ, നാട്ടുകാർ, എൻ്റെ നാട് എല്ലാം നഷ്ടമായി. അതിലൊരു ആശ്വാസമായിട്ടാണ് എനിക്കിപ്പോൾ ഈ വണ്ടി 24 എനിക്ക് തരുന്നത്. വളരെ നന്ദിയുണ്ട്. 24 പ്രതിനിധികളായ സാനു പച്ചാളം, സുർജിത്ത് അയ്യപ്പത്ത്, മനു ദാമോദരൻ, പ്രകാശൻ പള്ളത്ത്, ഷഹീല ടീച്ചറുടെ മാതാവ് സലീമ, മറ്റു ബന്ധുക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. ഒരുപാട് കണ്ണീര് കുടിച്ച് ഈ ടീച്ചറുടെ മുഖത്തൊരു ചിരി വരുത്താൻ നമുക്ക് കഴിഞ്ഞു. അതിന് കഴിഞ്ഞത് അമേരിക്കൻ മലയാളികളുടെ സഹായം കൊണ്ടാണ്. താങ്ക്സ് ടു അമേരിക്കൻ ഗൈസ്.